മരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറച്ചാലും നമ്മുടെ അരികിൽ നിന്ന് അവരെ കൊണ്ടുപോകുവാൻ അതിനാകില്ല. നമ്മെ സ്നേഹിച്ചുകൊണ്ട് അവർ എപ്പോഴും നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. ചരമഗാനത്തിൻ്റെ മനോഹര ഈണം അവളുടെ കാതുകളെ തലോടി. ധൂപക്കുറ്റികളിൽ നിന്നുള്ള സുഗന്ധം മുറി നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. മുറിയുടെ ഒരു കോണിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന അച്ഛനെ അവൾ കണ്ടു. ആ വരണ്ട കണ്ണുകളിൽ ഇനി കണ്ണുനീർ ബാക്കിയില്ല. മുറിയുടെ മധ്യത്തിൽ വച്ചിരിക്കുന്ന ശവപ്പെട്ടിക്ക് ചുറ്റും ആരൊക്കെയോ നിൽക്കുന്നു. വീടിന് പുറത്ത് ഗ്രാമവാസികൾ നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ ശവപ്പെട്ടി ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് വിളക്കുകൾ മിന്നാൻ തുടങ്ങി. പതിയെ ചരമഗാനത്തിൻ്റെ ശബ്ദം കുറഞ്ഞ് അതൊടുവിൽ മുറിയെ നിശബ്ദതയിലേക്ക് തള്ളിയിട്ടു. അവൾ നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നവരാരും ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചതായിട്ട് അവൾക്ക് തോന്നിയില്ല. അവർ ചരമഗാനം പാടുന്നത് തുടരുന്നുണ്ട്. പക്ഷെ യാതൊരു ശബ്ദവും പുറത്തു വരുന്നില്ല. വെളിച്ചം വീണ്ടും മിന്നുന്നു. അവൾ കഴിയുന്നത്ര വേഗത്തിൽ ശവപ്പെട്ടി ലക്ഷ്യമാക്കി നീങ്ങി. അവൾക്ക് ഒരാഗ്രഹമേയുള്ളൂ, അമ്മയെ അവസാനമായൊന്ന് കാണണം. പക്ഷെ അവൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടെയുള്ള ലൈറ്റുകൾ ശക്തിയായി മിന്നിയിട്ട് അണയുന്നു. കടുത്ത അന്ധകാരവും മരണത്തിൻ്റെ നിശബ്ദതയും. അവളുടെ ഉള്ളിൽ പെട്ടെന്നൊരു ഭീതി നിറഞ്ഞു. അല്ല, ഞാനെന്തിനാ അമ്മയെ പേടിക്കുന്നത്? ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകൾ മാത്രമല്ലേ ഞാൻ അമ്മയോട് ചെയ്തിട്ടുള്ളൂ. അതെന്താ അവിടെ അനങ്ങിയത്? അവളൊരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു. സുബോധത്തിലേക്ക് മടങ്ങി വന്നതും നെറ്റിയിലെ വേർപ്പ് തുള്ളികൾ തുടച്ച് അവൾ ഫോൺ എടുത്തു. ഹലോ അച്ഛാ. മോളെ, ഞാൻ നിന്നെ ഉണർത്തിയോ? ഇല്ല. എന്താ അച്ഛാ? അത് മോളെ, അമ്മയ്ക്ക് രാത്രി വേദന കൂടി. അപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അവൾ കണ്ട ദുസ്വപ്നം അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നു. ഇതിനു മുൻപും ചെയ്യാറുള്ളത് പോലെ അവൾ അത് തിരികെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവൾ അസ്വസ്ഥതയോടെ കട്ടിലിൽ തിരിഞ്ഞിരിക്കുന്നു. ഇത്തവണത്തെ സ്വപ്നം എന്തോ അവൾക്ക് പഴയതുപോലെ തോന്നുന്നില്ല. ഹലോ നാൻസി. അവളുടെ അച്ഛൻ്റെ ശബ്ദം അവളെ തിരികെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. ആ അച്ഛാ, പക്ഷെ വാർഡൻ്റെ പെർമിഷൻ കിട്ടിയാലേ ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റൂ. അത് കുഴപ്പമില്ല മോളെ, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവളുടെ തൊണ്ട പെട്ടെന്ന് വരണ്ടു. തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്കും മുൻപ് ഇങ്ങനെ ഒരു കോൾ വന്നിരുന്നു. അതെങ്ങനെ അവസാനിച്ചുവെന്ന് അവൾക്കറിയാം. അച്ഛാ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾ ശ്വാസം അടക്കി പിടിച്ച് ചോദിച്ചു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, മോള് വേഗം വാ. തൻ്റെ തേങ്ങൾ കേൾക്കാതിരിക്കാൻ അയാൾ വേഗം കോൾ കട്ട് ചെയ്തു. എന്നാൽ അവളത് ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ അച്ഛൻ ഇങ്ങനെ കരയുന്നത് അവൾ മുൻപൊരിക്കലും കേട്ടിട്ടില്ല. അവൾ കണ്ണു തുടച്ചിട്ട് വേഗം കട്ടിൽ നിന്നിറങ്ങി. സമയം കളയാനില്ല, അമ്മയെ കാണാനുള്ള അവസാന അവസരമാകാം ഇത്. അവൾ റെഡിയായി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഹോസ്റ്റലിലെ ഭൂരിഭാഗം പേരും ചുവന്ന റോസാപ്പൂക്കൾ തയ്യാറാക്കുകയായിരുന്നു. ആ ദിവസത്തിൻ്റെ പ്രാധാന്യം അവൾക്ക് ഓർമ്മ വന്നു. പക്ഷേ അവളുടെ മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. അവളെ കണ്ടതും അവർ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തി അവളെ നോക്കി നിന്നു. അവരെ ശ്രദ്ധിക്കാതെ നാൻസി തിരിഞ്ഞു നടന്നു. എങ്കിലും അവരുടെ കണ്ണുകൾ അവളെ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ശീലിച്ച പോലെ അത് അവഗണിച്ച് അവൾ വാർഡൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയപ്പോൾ വാർഡൻ നാൻസി കാത്തിരിപ്പുണ്ടായിരുന്നു. നാൻസി വീട്ടിൽ പോകേണ്ടതിനെ പറ്റി വിശദീകരിച്ചു തുടങ്ങി. എന്നാൽ വാർഡൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളുടെ അച്ഛൻ വിളിച്ചിരുന്നു, മോള് പൊയ്ക്കോ. നാൻസി തലയാട്ടിയിട്ട് വീട്ടിൽ പോകുന്നത് എഴുതാൻ രജിസ്റ്റർ എടുക്കുന്നു. അതൊന്നും വേണ്ട മോളെ, മോള് വേഗം പൊയ്ക്കോ. അവളുടെ ഹൃദയത്തിന് ഭാരം വച്ചതുപോലെ തോന്നുന്നു. എന്തിനാണ് ഇവർക്ക് ഇപ്പോഴൊരു സ്നേഹം? അവളുടെ അമ്മയുടെ അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ കാണിക്കുന്ന സ്നേഹപ്രകടനം അവൾക്ക് അരോചകമായി തോന്നി. അവൾ പുസ്തകം വലിച്ചടച്ചിട്ട് പുറത്തേക്ക് നടന്നു. പാവം കുട്ടി, വാർഡൻ സ്വന്തമായിരുന്നു പറയുന്നത് അവൾ കേട്ടു. അവൾ ദേഷ്യത്തിൽ നടന്നകന്നു. ഒരു കാലത്ത് വീട്ടിലേക്കുള്ള യാത്രാമധ്യേ കാണുന്ന ഗുൽമോഹർ മരങ്ങളുടെ ഇതളുകൾ അവൾ ആസ്വദിച്ചിരുന്നു.
പക്ഷേ ഇന്ന് കടുംചുവപ്പ് നിറത്തിലുള്ള ആ ഇതളുകൾ അവൾക്ക് രക്തത്തുള്ളികളായി തോന്നി. അവളുടെ അസ്വസ്ഥത കണക്കിലെടുത്തിട്ടെന്ന പോലെ ആ ബസ് വേഗം അവിടം വിട്ട് മലനിരകൾക്ക് നേരെ നീങ്ങി. എന്നാൽ മല കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടുങ്ങിയ റോഡ് കാരണം ബസ്സിന് വേഗത്തിൽ പോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഉച്ചയായിരിക്കുന്നു. വൈകുന്നേരമെങ്കിലും ഹോസ്പിറ്റലൊന്ന് എത്തിയിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. അവൾക്ക് അവസാനമായി അമ്മയൊന്ന് കാണണം, എന്നിട്ടൊരു കാര്യം പറയണം. അവൾ അന്ന് അമ്മയെ വിളിച്ചത് ഓർമ്മയിൽ വന്നപ്പോൾ അവളുടെ ഹൃദയം വീണ്ടും നീറാൻ തുടങ്ങി. അമ്മയ്ക്ക് എയ്ഡ്സ് ആണെന്ന് കണ്ടുപിടിക്കുന്നതുവരെ അവളുടെ ജീവിതം അവളുടെ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷേ പിന്നെ അവളുടെ ജീവിതത്തിൻ്റെ സമനില തെറ്റി. തുടർന്നുള്ള ദിവസങ്ങളിൽ സാക്ഷരതയിൽ ഏറ്റവും മുൻപിലെന്ന് അവകാശപ്പെടുന്ന സമൂഹം വിവരമില്ലായ്മയുടെ കാര്യത്തിലും മുൻപിലാണെന്ന് തെളിയിച്ചു. അവളും അച്ഛനും നെഗറ്റീവായിരുന്നെങ്കിലും അവളിൽ നിന്ന് രോഗം പകരുമോ എന്ന് അവളുടെ കൂട്ടുകാർ പേടിച്ചു. പതിയെ അവളുടെ സ്കൂൾ അവൾക്ക് വിജനമായൊരു ദ്വീപായി മാറി. അവളുടെ കുടുംബത്തെപ്പറ്റി അറിയാതിരിക്കാൻ വീട്ടിൽ നിന്ന് അകലെയുള്ള ഒരു കോളേജിൽ ചേർക്കാൻ അവൾ അച്ഛനെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അവളുടെ ജീവിതം പഴയപടിയായി, പക്ഷെ കുറച്ച് മാസത്തേക്ക് മാത്രം. പിന്നെ എങ്ങനെയോ അവളുടെ കൂട്ടുകാർ അവളുടെ അമ്മയെപ്പറ്റി അറിഞ്ഞു. സമൂഹം വീണ്ടും ഉണർന്നു. അവളും അമ്മയും അവർക്ക് ചൂടുള്ള വാർത്തയായി. അമ്മയ്ക്ക് എങ്ങനെ അസുഖം കിട്ടി എന്നതിന് അവരുടെ വകയുള്ള കണ്ടെത്തലുകൾ അമ്മയ്ക്ക് അവൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത പേരുകൾ ചാർത്തി കൊടുത്തു. രോഗം പകരുമോ എന്ന പേടിയോടൊപ്പം ഇങ്ങനെയുള്ളൊരു സ്ത്രീയുടെ മകളുടെ കൂടെ റൂമിൽ കിടക്കാൻ മടിച്ച് അവളുടെ റൂംമേറ്റ്സ് മുറി മാറിപ്പോയി. ആ രോഗത്തെക്കുറിച്ച് അവളുടെ സുഹൃത്തുക്കളെ ബോധവൽക്കരിക്കാൻ അധ്യാപകരാരും മെനക്കെട്ടുമില്ല. പതിയെ അവളുടെ ഏകാന്തത അസഹനീയമായപ്പോൾ തൻ്റെ ജീവിതം നശിപ്പിച്ചതിന് അവൾ അമ്മയോടലറി. ഒരു കാലത്തെ കൂട്ടുകാർ അവളുടെ അമ്മയെ വിളിച്ച പേര് അന്ന് അവൾ അമ്മയെ വിളിച്ചു. അവളുടെ അമ്മയെക്കുറിച്ചുള്ള അവസാന ഓർമ്മ നിലത്തിരുന്ന് കരയുന്ന അസ്ഥിപഞ്ജരമായ ഒരു രൂപമായിരുന്നു. മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളും സ്വന്തം മകൾ ചുമത്തിയ കുറ്റാരോപണങ്ങളുടെ ഭാരവും മൂലം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തത്ര ക്ഷീണിച്ച ഒരു അസ്ഥിപഞ്ജരമായ രൂപം. അവളുടെ കവിളിലൂടെ ഒഴുകുന്ന ചുടു കണ്ണുനീർ അവളെ തിരികെ ബസ്സിലേക്ക് കൊണ്ടുവന്നു. അവൾ കരയുന്നത് കണ്ട് മുൻപിലിരുന്ന സ്ത്രീ അവൾ ഓക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ കണ്ണു തുടച്ചിട്ട് പുഞ്ചിരിച്ചു കാണിച്ചു. എന്നാൽ ആ ചിരിയിലും അവളുടെ മനസ്സിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെപ്പോലെ ഒരു ചരമഗീതം വിരുന്ന് വന്നുകൊണ്ടേയിരുന്നു. ഏതൊരു ശ്രോതാവിനെയും അസ്വസ്ഥമാക്കുന്ന ഒരു ഗാനം. അവളുടെ വീട്ടിൽ നിന്ന് ആ ഗാനം ആലപിക്കുന്നവരുടെ ചിത്രം അവളുടെ മനസ്സിൽ നിന്ന് മായിച്ചു കളയാൻ അവൾക്കാകുന്നില്ല. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തപ്പോൾ അവളൊന്ന് ഞെട്ടി. അച്ഛൻ വിളിക്കുന്നു. എന്തൊക്കെയോ അശുഭചിന്തകൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു വരുന്നു. അച്ഛന് പറയാനുള്ളത് കേൾക്കാനുള്ള തീരുമാനം വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ ഉറപ്പിക്കുന്നു. അച്ഛാ. ഹലോ നാൻസി, അമ്മ കേൾക്കണോ? അങ്കിളെന്താ അച്ഛനെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്? അച്ഛനെവിടെ? ഹലോ ഹലോ അങ്കിളെ, കേൾക്കുന്നുണ്ടോ? മല കയറാൻ തുടങ്ങിയിട്ട് കുറേ നേരമായ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നു. ഇനി സിഗ്നൽ തീരെ കിട്ടാൻ സാധ്യതയില്ല. ഹലോ നാൻസി, ഹോസ്പിറ്റലിൽ പോകണ്ട, വീടോട്ട് പോകും അമ്മ. അത് പറഞ്ഞതും കോൾ കട്ടായി. അവളുടെ ഹൃദയം വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. അതെന്താ എന്നോട് നേരിട്ട് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞത്? അങ്കിളിൻ്റെ വീട് ദൂരെയല്ലേ? പിന്നെ എന്താ അങ്കിൾ അച്ഛൻ്റെ കൂടെ? അച്ഛനെവിടെ പോയി? അവളുടെ ഉള്ളിൽ കളകൾ പോലെ വളരുന്ന ഉത്തരങ്ങളെ പിഴുതെടുക്കാൻ അവൾ വിഫലമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൾ വീണ്ടും വിളിക്കാൻ നോക്കി, പക്ഷെ കോൾ പോയില്ല. അമ്മയെ അവസാനമായി ഒരു നോക്ക് കണ്ട് ക്ഷമ ചോദിക്കുവാനുള്ള അവസരം അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾക്ക് നിറഞ്ഞു വരുന്ന കണ്ണുനീരിനെ തടഞ്ഞു നിർത്തുവാൻ കഴിയുന്നില്ല. അവളുടെ തേങ്ങലുകൾ പിന്നിലെ സീറ്റിലെ സ്കൂൾ കുട്ടികളുടെ കളിചിരികളിലും മുൻപിൽ സാവധാനം പോകുന്ന കാറിനെതിരെ അവൾ പോകുന്ന ബസ്സിൽ നിന്ന് തുരുതുരാ പുറപ്പെടുന്ന ഹോണടിയിലും മൂടപ്പെടുന്നു. അവളുടെ വീട്ടിലേക്കുള്ള ഇടവഴിയിലൂടെ നടക്കുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. വളരെ കുറച്ച് സാധനങ്ങൾ എടുത്തത് കാരണം അവളുടെ ബാഗിന് തീരെ ഭാരം തോന്നിക്കുന്നില്ല. എങ്കിലും അവളുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ഭാരം
അവളെ തളർത്തുന്നുണ്ടായിരുന്നു. വഴിയുടെ ഇരുവശത്തുമായി ട്യൂബ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു. വഴികൾക്ക് പതിവില്ലാത്ത പ്രകാശം തോന്നിയ നാൻസി നടത്തം വേഗത്തിലാക്കി. ദൂരെ ആരൊക്കെയോ പാട്ടുപാടുന്നത് അവൾ കേട്ടു തുടങ്ങി. ഒടുവിൽ അവളത് വ്യക്തമായി തന്നെ കേട്ടു. അവൾ കേൾക്കരുതെന്ന് ആഗ്രഹിച്ച ആ ഗാനം. അവളുടെ ഹൃദയം വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. അവൾ വീട്ടിലേക്ക് ഓടി. അവളുടെ വീടിൻ്റെ മുൻപിൽ ഒരു മൊബൈൽ മോർച്ചറി പാർക്ക് ചെയ്തിരിക്കുന്നു. ഗേറ്റിൻ്റെ ഒരു വശത്തായി മരണത്തെ സൂചിപ്പിക്കുന്ന കറുത്ത കൊടി നാട്ടിയിരിക്കുന്നു. അവളുടെ വീടിന് പുറത്തായി നാട്ടുകാരും ബന്ധുക്കളും കൂട്ടം കൂടി നിന്ന് പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. അമ്മാ! അവൾ നിലവിളിച്ചുകൊണ്ട് വീടിന് നേരെ ഓടി. മുറിയുടെ ഒരു കോണിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന അച്ഛനെ അവൾ കണ്ടു. മുറിയുടെ മധ്യത്തിൽ വച്ചിരിക്കുന്ന ശവപ്പെട്ടിക്ക് ചുറ്റും ആരൊക്കെയോ നിൽക്കുന്നു. എല്ലാം സ്വപ്നത്തിലേതുപോലെ. ആ സ്വപ്നം പൂർത്തീകരിക്കാൻ എന്നോണം അവൾ ശവപ്പെട്ടിക്കടുത്തേക്ക് നടന്നു. അങ്ങനെ അവൾ അമ്മയെ കണ്ടു. അമ്മ ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു. അമ്മയുടെ മുഖത്തെ ഭൂരിഭാഗം മാംസവും ക്ഷയിച്ചു പോയിരിക്കുന്നു. അവളുടെ ഓർമ്മയിലെ അമ്മയുമായി ഈ അസ്ഥിപഞ്ജരത്തിന് സാമ്യമൊന്നും അവൾക്ക് തോന്നുന്നില്ല. അവൾ ഉപേക്ഷിച്ചു പോയ അതേ സ്ത്രീയെ തന്നെയാണോ അവൾ കാണുന്നത്? മരുന്നുകളും സ്വന്തം മകൾ കൊടുത്തിട്ട് പോയ നിർദ്ദയമായ വാക്കുകളും അമ്മയുടെ ശരീരത്തിൽ അവശേഷിച്ചിരുന്നതെല്ലാം തിന്നു തീർത്തിരിക്കുന്നു. കരഞ്ഞു തളർന്ന അമ്മയുടെ മുഖത്താകെ ഉണങ്ങിയ കണ്ണുനീരിൻ്റെ അടയാളങ്ങൾ പടർന്നിരിക്കുന്നു. അവളുടെ അമ്മ ആൻറ്റിയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്ന് വേദനയോടെ ശവപ്പെട്ടിയെ നോക്കിയിരിക്കുന്നു. നാൻസിക്ക് ഒരേ സമയം ആശ്വാസവും ആശയക്കുഴപ്പവും തോന്നി. അപ്പോൾ പെട്ടിക്കുള്ളിലാരാ? അവൾ ശവപ്പെട്ടിയുടെ അടുത്തേക്ക് നീങ്ങി അകത്തേക്ക് ഉറ്റുനോക്കി. അവൾ കാണുന്നത് വിശ്വസിക്കാൻ അവളുടെ കണ്ണുകൾക്ക് കഴിഞ്ഞില്ല. ശവപ്പെട്ടി ശൂന്യമായിരുന്നു. ഇവരെന്തിനാ ഒഴിഞ്ഞ ശവപ്പെട്ടി വച്ചിങ്ങനെ ദുഃഖിക്കുന്നത്? അപ്പോൾ അവൾ അതിലും വിചിത്രമായൊരു കാര്യം ശ്രദ്ധിച്ചു. ശവപ്പെട്ടിക്ക് പിന്നിൽ ഇവരെന്തിനാ എൻ്റെ ഫോട്ടോ വച്ചിരിക്കുന്നത്? അവൾ ചുറ്റും നോക്കുന്നു. ഞാൻ ജീവനോടെ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാ എനിക്ക് വേണ്ടി കരയുന്നത്? അവൾ പിന്നെ ഇത് ശ്രദ്ധിച്ചു. അവൾ അവിടെയുള്ള കാര്യം ആരും അറിഞ്ഞിട്ടുള്ളതായി തോന്നുന്നില്ല. അവൾ സ്വയം ഒന്ന് നോക്കി. ഞാനെന്താ ഗൗൺ ധരിച്ചിരിക്കുന്നത്? എൻ്റെ ബാഗ് എവിടെ പോയി? അമ്മാ! അവൾ ഉറക്കെ വിളിച്ചു. പക്ഷെ അവളെ ആരും കേട്ടില്ല. ഭയത്തോടെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. പക്ഷെ അവളെ ആരും കണ്ടില്ല. അവൾ ആരൊക്കെയോ പറയുന്നത് കേട്ടു. ശോ, എന്ത് കഷ്ടമല്ലേ! നല്ലൊരു കൊച്ചായിരുന്നു. അമ്മയെ കാണാൻ വരുന്ന വഴിക്കായിരുന്നു ആക്സിഡൻറ്റ്. അവൾ ഓട്ടം നിർത്തി. അവൾ എങ്ങനെയാണ് വീട്ടിലെത്തിയെന്ന് ഓർത്തു നോക്കി. അവൾക്ക് ഓർമ്മയുണ്ടായിരുന്ന അവസാന കാഴ്ച ബസ് ഡ്രൈവർ ഒരു കാറിനെ തുരുതുരാ ഹോൺ മുഴക്കുന്നതായിരുന്നു. അടുത്ത ഓർമ്മ അവൾ വീട്ടിലേക്ക് നടക്കുന്നതാണ്. ഈ രണ്ട് ഓർമ്മകളുടെയും ഇടയിൽ ഒരു ഗർത്തം മാത്രമായിരുന്നു. അപ്പോഴവൾക്ക് സ്വന്തം ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വന്നതെന്തിനാണെന്ന് മനസ്സിലായി. അവൾ തിരിഞ്ഞ് ശാന്തമായി വീട്ടിലേക്ക് നടന്നു. അവൾ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. വിരയ്ക്കുന്ന വിരലുകളാൽ അവൾ അമ്മയുടെ പാദങ്ങൾ സ്പർശിച്ചു. അമ്മ, സോറി. ഞാൻ കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയെ തനിച്ചാക്കി. അമ്മയ്ക്ക് എങ്ങനെ അസുഖം കിട്ടിയെന്ന് മറ്റുള്ളവർ പറയുന്നത് സത്യമുണ്ടോ ഇല്ലെന്ന് നോക്കാതെ ഞാൻ അമ്മയെ സ്നേഹിക്കണമായിരുന്നു. പക്ഷെ ഞാൻ അമ്മയെ നോക്കാതെ നാട്ടുകാരെ നോക്കി നിന്നുപോയി. ഞാൻ ഇങ്ങനൊരു മകളല്ലായിരുന്നെങ്കിൽ, അല്ലേ അമ്മേ? അമ്മ ഇത്ര വിഷമിക്കേണ്ടി വരില്ലായിരുന്നല്ലേ? അവളുടെ വിങ്ങലുകൾക്കിടയിൽ സംസാരിക്കാൻ അവൾ പ്രയാസപ്പെട്ടു. അമ്മ ഒറ്റപ്പെട്ട സമയത്തിൽ ഞാൻ അമ്മയോടൊപ്പം കൂടെ ഉണ്ടാവേണ്ടിയിരുന്നു. ഞാൻ അമ്മയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കണമായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ സമയം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അമ്മ എനിക്ക് ഒരു അവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അവൾ അമ്മയുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് വിങ്ങി. അവളുടെ ശബ്ദം അമ്മയൊന്ന് കേട്ടിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചു. അവളുടെ സ്പർശനം അമ്മയൊന്ന് അറിഞ്ഞിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചു. പക്ഷെ ഒരു മാറ്റവും വന്നില്ല. അവളുടെ അമ്മ ഒന്നും അറിഞ്ഞില്ല. മാറ്റം വന്നുകൊണ്ടിരുന്നത് അവളുടെ ശരീരത്തിന് മാത്രമായിരുന്നു. അവളുടെ ശരീരം സുതാര്യമായിക്കൊണ്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവൾ മങ്ങുന്നതനുസരിച്ച്
ശവപ്പെട്ടിയിൽ അവളുടെ യഥാർത്ഥ ശവശരീരം തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഈ ലോകത്തിലെ അവളുടെ സമയം തീരാൻ പോകുന്നു. അവളുടെ ക്ഷമാപണം അമ്മയൊന്ന് കേട്ടിരുന്നെങ്കിൽ അവൾക്ക് സമാധാനത്തോടെ മടങ്ങാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് ബാക്കിയായുള്ളത് കുറ്റബോധങ്ങളുടെ ചങ്ങലകൾ മാത്രമാണ്. തിരുത്തലുകൾ സാധ്യമാകാത്തൊരിടത്തേക്ക് തിരികെ വന്നത് അവളുടെ വേദനകൾ കൂട്ടിയതേയുള്ളൂ. അവൾ വായിച്ച ഒരു പുസ്തകത്തിലെ പ്രിയപ്പെട്ട ഒരു ഉദ്ധരണി അവൾക്ക് ഓർമ്മ വന്നു. മരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറച്ചാലും നമ്മുടെ അരികിൽ നിന്ന് അവരെ കൊണ്ടുപോകാൻ അതിനാകില്ല. നമ്മെ സ്നേഹിച്ചുകൊണ്ട് അവർ എപ്പോഴും നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. അവൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആ ഉദ്ധരണി പ്രിയപ്പെട്ട ആരെയോ നഷ്ടപ്പെട്ട ഒരാൾ എഴുതിയ ആഗ്രഹം മാത്രമാണെന്നും യാഥാർത്ഥ്യം അതിൻ്റെ വിപരീതമാണെന്നും. അവരാരും എപ്പോഴും നമ്മുടെ അരികെ ഉണ്ടാകില്ല. പകരം അവരില്ലാതാകും. നമ്മളെ ഒറ്റയ്ക്കാക്കിയ ശേഷം അവരെന്നേക്കുമായി വിട്ടുപോകും. മരണശേഷം രണ്ടാമതൊരു അവസരമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. നമുക്ക് സമയം ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചിലവഴിക്കണമായിരുന്നു. പക്ഷേ സമയമായിരുന്നു അവൾക്കിനി ഇല്ലാത്തത്. കരഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് തൻ്റെ അമ്മയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അമ്മ, സോറി അമ്മ. അവൾ അമ്മയുടെ കവിളിൽ ആദരമായി ചുംബിച്ചുകൊണ്ട് വിട പറഞ്ഞു. അവൾ തിരിഞ്ഞ് അച്ഛനെ നോക്കി. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ഓരോ അവധിക്കാലത്തിന് ശേഷവും കോളേജിലേക്ക് മടങ്ങുമ്പോൾ ചെയ്യാറുള്ളത് പോലെ അവൾ അച്ഛൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. പക്ഷേ മുൻപത്തെ പോലെ പോയിട്ട് വരട്ടെ അച്ഛ എന്നവൾ പറഞ്ഞില്ല. ശവപ്പെട്ടിയിലുള്ള അവളുടെ യഥാർത്ഥ മൃതദേഹം ഏകദേശം പൂർണ്ണമായി രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവൾ അങ്ങോട്ട് നടന്നു. അവിടെ എത്തിയിട്ട് അവൾ ഒരു വശത്തേക്ക് നോക്കി. അന്ന് രാവിലെ കണ്ട പാതി വഴിയിൽ വച്ച് മുറിഞ്ഞുപോയ ആ ദുസ്വപ്നം അവളുടെ ഓർമ്മയിൽ വന്നു. അതവൾ ഒന്നുകൂടെ കാണുവാൻ തുടങ്ങി. ഇത്തവണ പൂർണ്ണമായി. അതിപ്പോൾ പേടിപ്പിക്കുന്നതായിരുന്നില്ല. ആ സ്വപ്നത്തിൽ അവൾ ശവപ്പെട്ടിയുടെ അടുത്തേക്ക് നടന്നു. പക്ഷേ വിളക്കുകൾ മിന്നി തെളിഞ്ഞില്ല. ശവപ്പെട്ടിയിൽ കിടക്കുന്ന അമ്മയെ അവൾ കണ്ടു. അവൾ അടുത്തെത്തിയതും അമ്മ കണ്ണു തുറന്ന് അവളെ നോക്കി. നാൻസി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയ്ക്ക് അവളുടെ കൈ നീട്ടിക്കൊടുത്തു. അമ്മ അവളുടെ കൈയിനെ സ്വീകരിച്ചു. നാൻസി പതിയെ അമ്മയെ ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് പിടിച്ചിറക്കി. എന്നിട്ട് അവൾ ആ സ്ഥാനത്ത് കയറി കിടന്നു. അവൾ തൻ്റെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ, അമ്മയുടെ സമയം ഇനിയായിട്ടില്ല. ഇപ്പോൾ പോവേണ്ടത് ഞാനാണ്. അമ്മ സ്നേഹത്തോടെ പുഞ്ചിരിച്ചിട്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മോളെ, ഞാൻ ഉടനെ നിൻ്റെ അടുത്തേക്ക് വരും. എന്നെ കാണുവാൻ നീ തിരിച്ചു വന്നല്ലോ, എനിക്കത് മതി. അന്ന് നീ എന്നെ വിളിച്ചതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നീ എൻ്റെ കുഞ്ഞല്ലേ. ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നീ സമാധാനത്തോടെ പൊക്കോ. നാൻസിക്ക് ഇവയെല്ലാം തൻ്റെ മനസ്സിലെ വെറും ആഗ്രഹചിന്തകൾ മാത്രമാണെന്ന് അറിയാമായിരുന്നു. എങ്കിലും ആ നുണകളിൽ അവൾ ആശ്വാസം കണ്ടെത്തി. അവൾ അവസാനമായി ഒരു വട്ടം കൂടി തൻ്റെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. അവൾ കാണാൻ ആഗ്രഹിച്ച അവസാനത്തെ കാഴ്ച തൻ്റെ അമ്മയുടെ മുഖമായിരുന്നു. അവൾ കണ്ണുകളടച്ചു. സാവധാനം അവൾ ഓർമ്മകളിലേക്ക് മാഞ്ഞുപോയി. I'll be warm again. രാത്രിയായാൽ അവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് നാട്ടുകാരുടെ ഇടയിൽ അന്ധവിശ്വാസമൊക്കെ ഉണ്ട്. അന്ധവിശ്വാസമാണെന്നാ സാറേ ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഇന്നത് മാറിക്കിട്ടി. നല്ല ദുസ്വപ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത് അവയെ ഇഷ്ടപ്പെടുമ്പോഴും
അവയെപ്പറ്റി സംസാരിക്കുമ്പോഴും അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോഴുമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുതിയ നാടൻ ദുസ്വപ്നങ്ങൾ നിങ്ങളെ തേടി വീണ്ടും വരുന്നതായിരിക്കും. പക്ഷേ ഇതൊന്നും നിർബന്ധമല്ല. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് തിരികെ വരാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്ന് ഏറ്റവും മികച്ച 3 കമൻറ്റുകൾ നമ്മുടെ അടുത്ത ദുസ്വപ്നത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റൊരു ദുസ്വപ്നമായി വേഗം തിരിച്ചു വരാം. ഗുഡ് നൈറ്റ്, വിയർഡ് ഡ്രീംസ്.